എല്ലാവർക്കും നമസ്കാരം. ഒരു കഥ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പുരാണങ്ങളിൽ ഒരുപാട് പതിവ്രതകളായ സ്ത്രീകളുടെ കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഋഷിമാർ, വേദവ്യാസൻ, അങ്ങനെയുള്ള ഒരുപാട് അവരൊക്കെ ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ പതിവ്രതകളായ പല സ്ത്രീകളുടെയും കഥകൾ നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ ഏറ്റവും പതിവ്രതയായിട്ടുള്ള ഒരു പതിവ്രത എന്നുള്ളതിന് പര്യായമായി തന്നെയുള്ള സാവിത്രിയുടെ കഥയാണ് ഇന്ന് പറയാം എന്ന് വിചാരിക്കുന്നത്. സത്യവാന്റെയും സാവിത്രിയുടെയും കഥയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മിക്കവാറും. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അറിയാത്തവർക്ക് കേട്ട് ആസ്വദിക്കാം. സാവിത്രി, അതുപോലെ ശീലാവതി, ദമയന്തി, ഇവരുടെയൊക്കെ കഥകൾ നമുക്ക് പുരാണത്തിൽ വായിക്കാൻ പറ്റും. അതിൽ നിന്ന് സാവിത്രിയുടെ കഥ പറയാം. സാവിത്രി മദ്രരാജകുമാരിയാണ്. മദ്രരാജാവിൻ്റെ മകളായിരുന്നു. മദ്രരാജാവിൻ്റെ പേര് അശ്വപതി. സാവിത്രിയുടെ അച്ഛൻ്റെ പേര് അശ്വപതി എന്നായിരുന്നു. അദ്ദേഹത്തിന് കുറേ വിവാഹം കഴിഞ്ഞ് കുറേ നാളായിട്ടും മക്കളൊന്നും ഉണ്ടായില്ല. അതൊരു വല്ലാത്ത ദുഃഖമായിട്ട് അവർക്കങ്ങനെ നിന്നിരുന്നു. കാലം കഴിയുന്തോറും പ്രായം കൂടുന്തോറും അദ്ദേഹത്തിന് ഈ വിഷമം കൂടി വന്നു. ഒടുവിൽ അദ്ദേഹം പ്രായം കൂടുന്തോറും ആഗ്രഹവും കൂടി വരികയാണ്. മക്കളുണ്ടായില്ലല്ലോ എന്നുള്ള വിഷമം കൂടി വരും. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം വിചാരിച്ചു, ഒരു വ്രതം നോൽക്കാം എന്ന് കരുതി അവർ രണ്ടുപേരും 18 കൊല്ലം ഒരു ഭജന നടത്തി. വ്രതത്തോടുകൂടി ഒരു ഭജന നടത്തി. അത് അവര് ഭജിച്ചത് ആരെയാണെന്ന് വെച്ചാൽ സാവിത്രി ദേവിയെയാണ് ഭജിച്ചത്. വ്രതത്തോടുകൂടി അത്രയും ആഗ്രഹത്തോടു കൂടി സാവിത്രി ദേവിയെ ഭജിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ദേവി പ്രസന്നയായി പ്രത്യക്ഷപ്പെട്ടു ഇവരുടെ മുമ്പിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സന്താനം ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് വരം ചോദിച്ചു. അപ്പോൾ ദേവി പറഞ്ഞത്, അശ്വപതി, നിന്റെ ആഗ്രഹം ഞാൻ മുമ്പേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. ആ ആഗ്രഹം സാധിപ്പിക്കാൻ ഞാൻ ബ്രഹ്മാവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സങ്കടം ഈ അശ്വപതിക്കുണ്ടല്ലോ, അതൊന്ന് മാറ്റി കൊടുക്കണമെന്ന് ബ്രഹ്മാവിനോട് അപേക്ഷിച്ചിരുന്നു അത്രേ സാവിത്രി ദേവി. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു പെൺകുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ അശ്വപതി രാജാവിനെ സാവിത്രി ദേവി അറിയിച്ചു. അപ്രത്യക്ഷയായി മറഞ്ഞു. അങ്ങനെ വരം കൊടുത്തു, ഒരു പെൺകുട്ടി നിനക്ക് ഉണ്ടാവും എന്ന് അറിയിച്ചിട്ട് ഈ ദേവി അപ്രത്യക്ഷയായി. അപ്പൊ അങ്ങനെ രാജാവ് കാത്തിരുന്നു. ഒടുവില് രാജ്ഞി ഗർഭിണിയായി. ഒരു പെൺകുട്ടി തന്നെ ഉണ്ടായി, ദേവി പറഞ്ഞതുപോലെ തന്നെ. സാവിത്രി ദേവിയുടെ അനുഗ്രഹവും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഈ കുട്ടിക്ക് സാവിത്രി എന്ന് തന്നെ പേരുവിട്ടു. അപ്പൊ സാവിത്രി ദേവി നല്ല അതീവ സുന്ദരിയായിട്ട്, അതീവ ശാലീനയായിട്ട്, അത്രയും നല്ല, കണ്ടാൽ ആർക്കും കണ്ണെടുക്കാൻ തോന്നില്ല, അങ്ങനെ അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. അവൾക്ക് പിന്നെ വളർന്നു വന്നു, വിവാഹപ്രായമായി. 16 വയസ്സൊക്കെ ആവുമ്പോഴത്തേനും പണ്ട് കുട്ടികൾക്ക് വിവാഹാലോചിക്കാൻ തുടങ്ങും. 16 മുമ്പേ ചിലപ്പോൾ തുടങ്ങും വിവാഹാലോചനയൊക്കെ. അപ്പോൾ ഒരുപാട് രാജകുമാരന്മാര് വന്ന് ആലോചനയായി. അപ്പൊ ഈ വരുന്ന രാജകുമാരന്മാർക്കൊക്കെ ഒരു അപകർഷബോധം, ഈ കുട്ടിയെ കണ്ടാല് ഇത്രയും സുന്ദരിയായ ഒരു കുട്ടി എനിക്ക് ചേരില്ല, എനിക്ക് ചേരില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് ഞാൻ ചേരില്ല എന്നാണ് അവർക്ക് തോന്നിയിരുന്നത്. ഇത്രയും ഞാൻ ഒരു മോശക്കാരനാണ്, അവൾ ഇത്രയും സുന്ദരിയായ ഒരു കുട്ടിയല്ലേ, അപ്പോൾ നമ്മൾ തമ്മിൽ ചേരില്ല എന്നൊരു അപകർഷബോധം ഈ വരുന്ന രാജകുമാരന്മാർക്കൊക്കെ തോന്നി തുടങ്ങി.
ആരും വിവാഹ അഭ്യർത്ഥനയായിട്ട് വന്നില്ല. ഓ, സാവിത്രിയേക്കാൾ എത്രയോ മോശക്കാരനാണ് ഞാൻ, അവളുടെ ഭർത്താവാകാനുള്ള യോഗ്യത തനിക്കില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അങ്ങനെയാണ് എല്ലാവർക്കും തോന്നിയത്. അങ്ങനെ അശ്വപതി രാജാവിന് ഭയങ്കര വിഷമായിപ്പോയി. എന്നുവെച്ചാൽ ആരും വിവാഹത്തിന് തയ്യാറായി വരുന്നില്ല. അങ്ങനെ ഒരിക്കൽ മകളോട് പറഞ്ഞു, നിനക്ക് അനുരൂപനായിട്ട് നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വരനെ നീ തന്നെ കണ്ടുപിടിക്ക്, അത് ഞാൻ വേണ്ടതുപോലെ നടത്തിത്തരാം, എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു രാജാവ്. അങ്ങനെ അദ്ദേഹം അവൾക്കൊരു രഥം കൊടുത്തു. എന്നിട്ട് അകമ്പടി കൂടെ പോവാൻ തോഴിമാര് അതുപോലെ ഭടന്മാര് അവരെയൊക്കെ നിയോഗിച്ചു. ഇവള് പോകുന്നിടത്ത് ഇവളെ സംരക്ഷിച്ചു കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ അവരെല്ലാവരും കൂടി ഈ രാജാവ് പറഞ്ഞ പ്രകാരം ഓരോ രാജ്യങ്ങളിലും സഞ്ചരിച്ചു. പല 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 രാജ്യങ്ങളിലും സഞ്ചാരം നടത്തിയിട്ട് യോഗ്യനായ വരൻ എവിടെയുണ്ട് എന്നായിരുന്നു അന്വേഷണം. അപ്പൊ യോഗ്യനായിട്ട് അവ സാവിത്രിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു പുരുഷനെ എവിടെയും കണ്ടില്ല. ഒരു രാജകുമാരന്മാരെയും സാവിത്രിക്ക് ഇഷ്ടമായില്ല. മനസ്സുകൊണ്ടൊരു തൃപ്തി വന്നിട്ടില്ല. അങ്ങനെ അവര് യാത്ര തുടരുന്നതിന്റെ ഇടയിൽ ഒരു വനത്തിൽ എത്തിച്ചേർന്നു, ഒരു കാട്. അവിടെ നല്ലൊരു പർണശാല, ഒരു കുടില്, പുല്ലുമേഞ്ഞ് ഒരു കുടില്. അതിന്റെ മുമ്പില് അതീവ കോമളനായിട്ടുള്ള ഒരു യുവാവ് നിക്കണ കണ്ടു. അത് ആരാണ്? അപ്പൊ അവൾ ആ യുവാവിൽ അങ്ങോട്ട് ആകൃഷ്ടയായി. കണ്ട നിമിഷം തന്നെ ഈ ആളാണ് എൻ്റെ ഭർത്താവ് എന്നാണ് മനസ്സിൽ തോന്നി. അങ്ങനെ അവൾ അത് ആരാണ്, എന്താണ് ഇവിടെ ഈ കാട്ടിൽ താമസിക്കുന്നത്, അതൊക്കെ അന്വേഷിച്ച് ഭടന്മാര് അവിടെ പോയി അന്വേഷിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ അവനെ പറ്റി അറിഞ്ഞു. അപ്പോൾ അവള് അപ്പൊ തന്നെ ആ യുവാവിനെ മനസ്സുകൊണ്ട് വരനായി സ്വീകരിച്ചു, മനസ്സുകൊണ്ട് വരിച്ചു കഴിഞ്ഞിരുന്നു. ആ എല്ലാ വിവരവും അറിഞ്ഞ ആ സമയത്ത് തന്നെ. അങ്ങനെ അവര് അപ്പോ വീട്ടിലേക്ക് തിരിച്ചുപോയി. രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. ആവശ്യമുള്ള കാര്യം നടന്നല്ലോ. രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരൻ ആയിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ അത് കണ്ടെത്തി. അപ്പോൾ അവര് സ്വന്തം രാജകൊട്ടാരത്തിലേക്ക്, മദ്രയിലേക്ക് തിരിച്ചുപോയി. വാസ്തവത്തിൽ ആ രാജകുമാരൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അവരെന്താണ്, അത് രാജകുമാരൻ തന്നെ ആയിരുന്നു. അവരെന്തുകൊണ്ടാണ് കാട്ടിൽ താമസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദ്യുമൽസേനൻ എന്ന രാജാവും രാജാവിന്റെ പത്നിയും അതുപോലെ മകനും ആയിരുന്നു ആ പർണശാലയിൽ താമസിച്ചിരുന്നത്. സാല്വരാജ്യത്തിലെ രാജാവായിരുന്നു ദ്യുമൽസേനൻ. അദ്ദേഹത്തിന് ഇടയ്ക്ക് വെച്ച് അന്ധനായിപ്പോയി, കണ്ണ് കാണാതെയായിപ്പോയി. അങ്ങനെ രാജ്യം മുഴുവൻ ശത്രുക്കൾ കീഴടക്കി. ഇദ്ദേഹം ജീവനും കൊണ്ട് പോന്ന് ഈ കാട്ടിൽ അഭയം പ്രാപിച്ചതാണ്. അങ്ങനെയാണ് ഒരുപാട് നാളായി ഈ കാട്ടിൽ അങ്ങനെ കഴിയുന്നു. അപ്പോ അന്ന് ഈ മകൻ ചെറിയ കുട്ടിയായിരുന്നു. അവൻ ഈ കാട്ടിലെ ഓർമ്മയുള്ളൂ. രാജകൊട്ടാരത്തില് ജീവിച്ച ഒരു ഓർമ്മ തന്നെ ഈ മകന് ഇല്ല. അവന്റെ പേര് സത്യവാൻ. സത്യത്തിൽ നിഷ്ഠയുള്ള ആളായിരുന്നു രാജാവും രാജ്ഞിയും. ഈ ദ്യുമൽസേന രാജാവും രാജ്ഞിയും സത്യത്തിൽ അതീവ നിഷ്ഠയുള്ള, സത്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാത്ത രണ്ടുപേരായിരുന്നു അവര്, ആ ദമ്പതികള്. അത് കാരണം മകനുണ്ടായപ്പോ മകന് സത്യവാൻ എന്ന് പേരിട്ടു. ഈ സത്യവാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുതിരകളിൽ ഭയങ്കര കമ്പാണ്. പിന്നെ കുതിരകൾ മണ്ണുകൊണ്ട് നല്ല നല്ല രസമുള്ള കുതിരകളുടെ രൂപം ചമയ്ക്കും. അതുപോലെ അതിമനോഹരമായിട്ട് കുതിരകളുടെ ചിത്രം വരയ്ക്കും. അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവന് ചിത്രാശ്വൻ എന്നൊരു പേരും കൂടി കിട്ടി. എങ്കിലും സത്യവാൻ എന്നുള്ള പേരാണ് പ്രസിദ്ധിയായിട്ടുള്ളത്. സാവിത്രി സഞ്ചാരം മതിയാക്കി
രാജ്യത്ത് മടങ്ങിയെത്തി. അവള് നേരെ അച്ഛനിരിക്കുന്നിടത്തേക്ക് ചെന്നു. അപ്പൊ ആ സമയത്ത് അവിടെ നാരദ മഹർഷി ഉണ്ടായിരുന്നു. അശ്വപതിയും നാരദ മഹർഷിയും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. സാവിത്രി അവരെ രണ്ടുപേരെയും പോയി നമസ്കരിച്ചു. അപ്പോ നാരദര് മഹാരാജാവിനോട് ചോദിച്ചു, സാവിത്രി എവിടെ പോയിട്ട് വരികയാണല്ലേ, എന്തുകൊണ്ടാണ് അങ്ങ് അവളുടെ വിവാഹം ഒന്നും നടത്തി കൊടുക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പോ രാജാവ് പറഞ്ഞു, അവളുടെ വിവാഹ കാര്യത്തിന് തന്നെയാണ് പുറത്തു പോയത് മഹർഷി എന്ന് പറഞ്ഞു. അപ്പോ നടന്നതെല്ലാം വിസ്തരിച്ച് പറയൂ എന്ന് പറഞ്ഞു സാവിത്രിയോട് അദ്ദേഹം രാജാവ്. അപ്പോ സാവിത്രി പറഞ്ഞു, അച്ഛാ, ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടു, സത്യവാൻ എന്നാണ് പേര്, സാല്വരാജ്യത്തെ രാജകുമാരനാണ്, പക്ഷെ ഇപ്പൊ കാട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ മതി, അദ്ദേഹത്തെ ഞാൻ മനസ്സുകൊണ്ട് വരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. സത്യവാനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ കണ്ടു നാരദന്റെ മുഖം വിവർണമായി എന്ന് പറഞ്ഞാൽ നാരദന്റെ മുഖം മ്ലാനമായി. ഇത്രയും സുന്ദരിയായൊരു കുട്ടിയല്ലേ, അപ്പൊ സത്യവാന്റെ കാര്യം നാരദന് മുമ്പേ തന്നെ അറിയാം. എന്നുവെച്ചാൽ സത്യവാനെ അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, സത്യവാനെ സാവിത്രി വരിച്ചു എന്ന് പറഞ്ഞ് അത് വലിയ കഷ്ടായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അശ്വപതി രാജാവിന് അത്ഭുതമായി. അതെന്താ മഹർഷി അങ്ങനെ പറഞ്ഞത്? സത്യവാൻ അതീവ സൗന്ദര്യവാനാണ്, സുശീലനാണ്, എല്ലാം തികഞ്ഞ ഒരു രാജകുമാരനാണ്, പിന്നെ എന്തുകൊണ്ടാണ് മഹർഷി അങ്ങനെ പറയണത് എന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു യുവാവ് തന്നെയാണ് സത്യവാൻ. പക്ഷേ ഒരു ദോഷം ഉണ്ട് അവന്. അത് ഈ ഗുണങ്ങളെയൊക്കെ മാറ്റി നിർത്തും. എന്നുവെച്ചാല് മറ്റെല്ലാ ഗുണങ്ങളും ഇല്ലാണ്ടാക്കും ഈ ഒരു ദോഷം എന്ന് പറഞ്ഞു. കുറ്റം സത്യവാന്റേതല്ല താനും. അപ്പൊ എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ്, ഇന്നു മുതൽ 1 വർഷം തികയുന്ന ദിവസം ആ യുവാവ്, ആ സത്യവാൻ മരിക്കും. 1 കൊല്ലം അവനിനി ആയുസുള്ളൂ. അങ്ങനെയുള്ള ആളെയാണ് ഇവൾ മനസ്സുകൊണ്ട് വരിച്ചു, എനിക്ക് അദ്ദേഹം മതി എന്ന് പറയുന്നത്. അപ്പോ അശ്വതി രാജാവിന് ഭയങ്കര വിഷമായി. എന്താണ് ഇനി ചെയ്യ? അപ്പോ അശ്വപതി പറഞ്ഞു, മോളെ, ഇനിയിപ്പോ അത് വേണ്ട, ജീവിതത്തില് മകള് വേറെ ഒരു യുവാവിനെ കണ്ടുപിടിക്കൂ, ഇത് വേണ്ട, ഈ ബന്ധം വേണ്ട, വേറൊരാളെ കണ്ടുപിടിക്കൂ എന്ന് സാവിത്രിയോട് പറഞ്ഞു. അപ്പോ സാവിത്രി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അച്ഛാ, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. ഞാൻ എൻ്റെ വരനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. അതിനി യാതൊരു ഇളക്കവും ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചത് ഞാൻ മനസ്സുകൊണ്ട് വരിച്ചു കഴിഞ്ഞു. ആ ഒരു തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നാരദന് വളരെ ആ ഉറച്ച മനസ്സ് അറിഞ്ഞപ്പോ നല്ല സന്തോഷമായി. അപ്പൊ അവളെ അനുഗ്രഹിച്ചു പോയി, നിനക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് നാരദര് അവളെ അനുഗ്രഹിച്ച് തിരിച്ചുപോയി. എന്തു വന്നാലും സാവിത്രിയുടെ തീരുമാനം മാറില്ല എന്ന് അശ്വതി രാജാവിന് അറിയാം. അദ്ദേഹം എന്നിട്ട് പുരോഹിതന്മാരെയും മന്ത്രിമാരെയും സേനാധിപന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തി അവരുടെയും സാവിത്രിയും കൂട്ടി അവരുടെ എല്ലാവരുടെയും കൂടെ രാജധാനി വിട്ടിറങ്ങി ദ്യുമത്സേനന്റെ പർണശാലയിലേക്ക് എത്തി. അപ്പോ ഈ രാജാവ് അന്ധനാണല്ലോ, കണ്ണ് കാണില്ല. അപ്പോ താൻ ആരാണെന്നും എന്തിനാണ് വന്നതെന്നും ഒക്കെ പറഞ്ഞു. അപ്പോ അദ്ദേഹം അശ്വപതി രാജാവ് പറഞ്ഞു, എൻ്റെ മകളാണ് സാവിത്രി, എൻ്റെ മകളെ അങ്ങ് പുത്രഭാര്യയായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ദ്യുമത്സേനൻ പറഞ്ഞു, ഞാനും ഭാര്യയും പുത്രനും രാജ്യം വിട്ട് ഒളിച്ചോടി വന്ന് ഈ കാട്ടില് താമസിക്കുകയാണ്. കാട്ടിലെ ഈ ഒരു കുടിലില് അങ്ങയുടെ മകള് സർവ്വ സൗഭാഗ്യങ്ങളുടെ നടുവിൽ നിന്ന് ആ രാജകൊട്ടാരത്തിൽ നിന്ന് വന്നിട്ട് ഈ ഒരു കുടിലില് ഈ കാട്ടില്
താമസിക്കുന്നത് ശരിയാണോ, അവർക്ക് അതിന് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അശ്വപതി രാജാവ് പറഞ്ഞു, സുഖവും ദുഃഖവും ഒന്നും സ്ഥിരമായിട്ടുള്ളതല്ല. എനിക്കും എൻ്റെ മകൾക്കും അത് നന്നായിട്ടറിയാം. ഇന്നിപ്പോൾ ഒരു സുഖം വന്നെങ്കിൽ നാളേക്ക് അത് ദുഃഖം ഉണ്ടാവും, വേറെ എന്തെങ്കിലും ഒരു ദുഃഖം. അത് ഈ ദുഃഖവും സ്ഥിരമല്ല, സുഖവും സ്ഥിരമല്ല. അതുകൊണ്ട് ഈ ബന്ധം ഞാൻ ഈ ഉറപ്പിക്കുകയാണ്. അവള് ഭർത്താവിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ പങ്കുകൊണ്ട് നിങ്ങളുടെ ഒപ്പം അവളുണ്ടാവും, ഏതു ദുഃഖത്തിലും എന്ന് പറഞ്ഞു. എന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ദ്യുമത്സേനൻ സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുമ്പേ തന്നെ ഈ കുട്ടിയെ പറ്റി കേട്ടിട്ടുണ്ട്. എനിക്ക് മോഹം ഉണ്ടായിരുന്നു എൻ്റെ മകൻ്റെ ഭാര്യയാവണം ഇവള് എന്ന്. പക്ഷേ എൻ്റെ പരിതസ്ഥിതി മോശമായതുകൊണ്ട് ഞാൻ മിണ്ടാതെ ഇരുന്നു, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞു. ഇപ്പൊ സന്തോഷമായി എന്ന് പറഞ്ഞു. അങ്ങനെ ആ പർണശാലയിൽ വെച്ച് സത്യവാനും സാവിത്രിയും തമ്മിലുള്ള വിവാഹം നടന്നു. അശ്വപതി രാജാവ് മകളെ അവിടെ ആക്കി ബാക്കി എല്ലാവരും തിരിച്ചുപോയി, രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അച്ഛൻ തിരിച്ചു പോയ ഉടനെ മകൾ എന്ത് ചെയ്തു? ആ അച്ഛൻ അണിയിച്ചു കൊണ്ടുവന്നിരുന്ന ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഒരു സാധാരണ വസ്ത്രം ധരിച്ചു. ആഭരണം ഒന്നുമില്ല, ഒരു താലി ഉണ്ടാവുമല്ലോ, ആ മാല മാത്രം. തുടർന്ന് അവൾക്ക് എല്ലാം അവളുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു. വേറൊരു ചിന്തയും അവൾക്കുണ്ടായില്ല. അവളിങ്ങനെ എപ്പോഴും പ്രസന്നവദനയൊക്കെ ആയി എല്ലാം സന്തോഷമായിട്ട് എല്ലാം ചെയ്യും, എല്ലാം സംസാരിക്കും. പക്ഷേ മനസ്സിൻ്റെ ഉള്ളില് ഒരു കരട് പോലെ ഈ നാരദ മഹർഷി പറഞ്ഞ കാര്യം അവൾക്ക് ഉണ്ടായിരുന്നു. തേള് കുത്തണ പോലെ അതിങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു എപ്പോഴും ഈ ഒരു വിചാരം. നാരദ മഹർഷിയല്ലേ പറഞ്ഞത്, സത്യാവാതിരിക്കില്ല. അപ്പോൾ 1 വർഷം തികയുന്ന ദിവസം മരിക്കും. നാരദൻ അത് പറഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളായി. ഓരോ ദിവസം കഴിയുന്തോറും സത്യവാന്റെ മരണം അടുത്തടുത്ത് വരുമല്ലേ. അവൾ അതോർത്ത് ഇങ്ങനെ ദുഃഖിച്ചിങ്ങനെ എന്നാലും പുറത്തേക്ക് കാണിക്കില്ല. ദുഃഖം മനസ്സിലുണ്ടെങ്കിലും പുറത്തേക്ക് കാണിക്കില്ല. അങ്ങനെ മാസങ്ങളും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ അങ്ങനെ കടന്നുപോയി. സത്യവാന്റെ മരണത്തിന് ഇനി 4 ദിവസമേ ഉള്ളൂ എന്നുള്ള സമയം വന്നു. ഇന്ന് മുതൽ 4-ാം ദിവസം സത്യവാൻ മരിക്കും എന്നുള്ള ആ സമയം വന്നപ്പോൾ അവളൊരു തീരുമാനം എടുത്തു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഒരു വ്രതം എടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് മുതൽ 3 ദിവസം ഞാൻ ജലപാനം കഴിക്കില്ല. അത് അങ്ങനെ നിരാഹാരമായിട്ട് ഒരു വ്രതമാണ് ഞാൻ നോൽക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് വിഷമായി, അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിഷമായി. സാവിത്രി വിഷമം പിടിച്ച വ്രതാണിത്. 3 ദിവസം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണാവും. വ്രതം വേണ്ട, അങ്ങനെയുള്ള വ്രതങ്ങളൊന്നും വേണ്ട കുട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സമ്മതിച്ചില്ല സാവിത്രി. അച്ഛനും അമ്മയും ആരും വിഷമിക്കണ്ട, ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉത്സാഹം അത്രയ്ക്കുണ്ട് ഈ വ്രതം നോക്കാൻ. അതുകൊണ്ട് എനിക്ക് ഇതിൽ യാതൊരു വിഷമവും ഉണ്ടാവാൻ സാധ്യതയില്ല. എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉത്സാഹം, ഇത് വ്രതം നോക്കാൻ അത്രയും ഉത്സാഹമുണ്ട്. അതുകൊണ്ട് എനിക്ക് യാതൊന്നും സംഭവിക്കില്ല. 3 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവും വരില്ല എന്ന് അവള് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ നിന്റെ വ്രതം മുടക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ പറയണത്, നിന്റെ ബുദ്ധിമുട്ട് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞു രാജാവ്. പിന്നെ ഇവളുടെ മനസ്സുറപ്പ് അവൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ അവരൊന്നും പറഞ്ഞില്ല. അവള് വ്രതം 3 ദിവസവും ഈ പറഞ്ഞതുപോലെ വ്രതം എടുത്തു. 4-ാം ദിവസം നേരം പുലർന്നു. അപ്പോൾ അന്നാണ് സത്യവാൻ മരിക്കണ ദിവസം. ഭാഗ്യം കൊണ്ട് ഈ കാര്യം ഈ സത്യവാന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയില്ല. സത്യവാന്റെ കാര്യം സാവിത്രിക്കും അതുപോലെ സാവിത്രിയുടെ അച്ഛനും മാത്രമേ അറിയുള്ളൂ. അവളുടെ ഹൃദയം ഇങ്ങനെ നീറാൻ തുടങ്ങി. എന്താണ്, എപ്പോഴാണ് ഇത് സംഭവിക്കുക പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആരോടും പുറത്തൊന്നും പറയാനും പറ്റില്ല ഈ വിഷമം. അപ്പോൾ
4-ാം ദിവസമായപ്പോൾ എല്ലാവരും പറഞ്ഞു, നീ ഭക്ഷണം കഴിക്കും, 3 ദിവസമായില്ലേ വ്രതം നോറ്റിരിക്കണു, രാവിലെ കുളിച്ച് വ്രതം അവസാനിപ്പിച്ച് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്നും കൂടി ഒരു ശപഥവും കൂടി ചെയ്തിട്ടുണ്ട്, ഇന്ന് സൂര്യൻ അസ്തമിച്ചിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാം, സൂര്യൻ അസ്തമിക്കുന്നത് വരെയും കൂടി ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. സാധാരണയായി സത്യവാൻ രാവിലെ ആയ വിറക് വെട്ടാനായിട്ട് കാട്ടിലേക്ക് പോകും. അന്നും സത്യവാൻ മഴുവൊക്കെ എടുത്ത് കാട്ടിലേക്ക് പുറപ്പെട്ടു വിറക് വെട്ടാൻ. അപ്പം സത്യവതിക്ക് വിഷമായി. സത്യവതിക്കറിയാം മരണത്തിലേക്കാണ് പോണത്, ഒറ്റയ്ക്ക് വിട്ടാൽ പറ്റില്ല എന്ന് സാവിത്രിക്കറിയാം. അപ്പോൾ ഞാനും പോരുകയാണ് എന്ന്, അങ്ങയുടെ കൂടെ ഞാനും പോരുകയാണ് എന്ന് പറഞ്ഞു. അപ്പം സത്യവാന് അത്ഭുതമായി. ഒരിക്കലും അവൾ പറഞ്ഞിട്ടില്ല, എത്ര ദിവസമായി, 1 കൊല്ലായില്ലേ, ഇത്ര ദിവസവും അവള് എൻ്റെ കൂടെ പോരണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു, നിനക്ക് ബുദ്ധിമുട്ടാവും, നിനക്ക് ഈ കാട്ടിക്കൂടി ഒന്നും നടന്നിട്ട് ശീലമില്ലല്ലോ, നല്ല ബുദ്ധിമുട്ടാണ് കാട്ടിക്കൂടി നടക്കാൻ. അപ്പോൾ പോരാത്തതിന് നീ 3-4 ദിവസമായി ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ കഴിയല്ലേ, അതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടാവും, നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ സാവിത്രി പറഞ്ഞു, എനിക്ക് ഒരു ക്ഷീണവും ഇല്ല, എനിക്ക് അങ്ങടെ കൂടെ വരണം, എനിക്കത് നല്ല നിർബന്ധമാണ്, ഇന്ന് എന്നെ തടയരുത് എന്ന് പറഞ്ഞു. അപ്പൊ സത്യവാൻ പറഞ്ഞു, എന്നാ കൊണ്ടുപോവാം, എന്തായാലും അച്ഛനോട് അനുവാദം ചോദിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ സാവിത്രി അച്ഛനോട് പോയി ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ദ്യുമത്സേനൻ പറഞ്ഞു, സാവിത്രി നീ എൻ്റെ പുത്രഭാര്യയായിട്ട് 1 വർഷം തികഞ്ഞു, അതിനിടയ്ക്ക് നീ എന്നോട് ഇതുവരെ ഒരു അപേക്ഷ പോലും ചെയ്തിട്ടില്ല, എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്നതുപോലെ വേണം എന്നുള്ള ഒരു കാര്യവും അവരോട് ആരോടും പറഞ്ഞിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടല്ലേ നീ നിന്റെ ഒരു ആഗ്രഹം അറിയിക്കണത്, അതുകൊണ്ട് പോയിട്ട് വരൂ, അവൻ്റെ കൂടെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സാവിത്രി സത്യവാന്റെ കൂടെ പോയി. സത്യവാൻ അങ്ങനെ സത്യവാൻ അറിയില്ലല്ലോ, സത്യവാന് സാവിത്രിയും കൂടെ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷം. അവൾക്ക് കാട്ടിലെ എല്ലാ കാഴ്ചകളും പറഞ്ഞു കൊടുത്തു. എല്ലാം സത്യവതി ആദ്യമായിട്ടാണ് കാട് കാണുന്നത്, ഇത്രയും വലിയ കാട്ടിൽ കൂടി ആദ്യമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ചിരിച്ചും കളിച്ചും സംസാരിച്ചും അവരങ്ങനെ നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു കായ്ച്ചു നിൽക്കണ ഒരു മരം കണ്ടു. ആ മരത്തിലെ പഴങ്ങളൊക്കെ പറിച്ചു കഴിച്ചു, കുറെ പറിച്ച് സൂക്ഷിച്ചു വെച്ചു വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാന്. അത് കഴിഞ്ഞ് ആ മരം വെട്ടി വിറകാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ആ മരം വെട്ടാൻ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞ് അപ്പോൾ ആ സത്യവാൻ ഒരു ക്ഷീണം വന്നു തുടങ്ങി, വേർത്തു, ചെറിയ തലവേദനയും ഒക്കെ തുടങ്ങി. അപ്പോൾ സത്യവാൻ സാവിത്രിയോട് പറഞ്ഞു, സാവിത്രി എനിക്ക് എന്തോ വല്ലാത്തൊരു തലവേദന, ഭയങ്കര ക്ഷീണമുണ്ട്, എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞിട്ട് ആ മണ്ണിൽ തന്നെ കിടന്നു. സത്യവതി എന്നാണ് എനിക്ക് വരണത്. സാവിത്രിക്ക് മനസ്സിലായി, വരികയാണ്, മരണം വരണ സമയാണ്, മരണദേവനാണ് വരുന്നത് എന്ന് സാവിത്രിക്ക് മനസ്സിലായി. ആ സമയം അടുത്തു. ആ സമയം അങ്ങനെ കാത്തിരിക്കുക, എപ്പോഴാ അത് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, എന്താ ചെയ്യണ്ടേന്നൊന്നും അറിയില്ല, എന്നാലും ആ സമയത്ത് ഞാൻ അവന്റെ കൂടെ വേണം എന്നേ വിചാരിച്ചുള്ളൂ. എങ്ങനെയായാലും ആ സമയമായി എന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ കിടന്നു, സത്യവാൻ ആ നിലത്ത് കിടന്നു. അപ്പോൾ അവളുടെ ഹൃദയം വല്ലാണ്ട് എന്താ നമുക്ക് മനസ്സിലാവും, അവർക്കറിയില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മളുടെ ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ആൾക്കാർക്ക് ഇങ്ങനെ വന്ന് പറ്റിയാൽ ആ സമയം ഒന്ന് ആലോചിച്ചു നോക്കൂ. ആയിരുന്നു അവളുടെ ആ ഹൃദയത്തിന്റെ അവസ്ഥ. അവൾ ധൈര്യം കൈവിടുന്നില്ല. എന്നാലും സത്യവാൻ നിലത്ത് മലർന്ന് അങ്ങനെ കിടന്ന, തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവള് ഭർത്താവിന്റെ തലയെടുത്ത് മടിയിലെടുത്ത് വെച്ചു. എന്നിട്ട് കാത്തിരുന്നു. മരണം എപ്പോഴാണ് അറിയില്ല. മരിക്കുവോ ഇല്ലയോ? മരിക്കും എന്ന് അവൾക്ക് ഉറപ്പുണ്ട്. എന്താന്ന് വെച്ചാൽ നാരദ മഹർഷിയല്ലേ പറഞ്ഞേ, ആ സമയം വൈകുന്നേരം ആവാറായി, ആ സമയം അടുത്തു.
എന്ന് അവൾക്കറിയാം. അപ്പൊ അവൾ ആ സമയം അങ്ങനെ അങ്ങനെ ഇരുന്നു. മരണത്തിനെ പ്രതീക്ഷിച്ച് അങ്ങനെ ഇരുന്നു. കൊടും കാടാണ്, വേറെ ഒരു മനുഷ്യനും അവിടെ ഇല്ല. എന്താ ചെയ്യ? നമ്മൾ ആലോചിച്ച് നോക്കൂ ആ അവസ്ഥ. അങ്ങനെ ആ ഒരവസ്ഥയില് സാവിത്രി അങ്ങനെ സത്യവാന്റെ മരണവും അങ്ങനെ ഇരുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ 25 മിനിറ്റ്, അരമണിക്കൂർ ആവാറായി. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത തവണ കേൾക്കാം. ഇന്ന് ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഞാന് പുറത്തിരുന്നിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. എനിക്കിന്ന് ടെറസിന്റെ മുകളിൽ ഇത്തിരി പണിയുണ്ട്. അപ്പൊ ഇന്നെനിക്ക് അരി ഉണക്കാനുണ്ടായിരുന്നു. നല്ല മഴയല്ലേ, ഇന്നിവിടെ നല്ല വെയില. അരി ഉണക്കാനുണ്ട്, ഇടയ്ക്ക് മഴ പെയ്യും. അപ്പൊ ഞാൻ എൻ്റെ അരി ഉണക്കലും ഈ റെക്കോർഡ് ചെയ്യലും കൂടി ഒന്നിച്ചിട്ടാണ് നടത്തിയത്. അപ്പൊ അതിനിടയിൽ കാക്കയുടെ കരച്ചില്, പക്ഷികളുടെ കരച്ചില്, വാഹനങ്ങളുടെ ലഹള, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഇതിന്റെ ഈ കഥയുടെ ബാക്കിയായിട്ട് അടുത്ത ആഴ്ച വരാം. എല്ലാവരും കേൾക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇതിന്റെ ബാക്കി അടുത്ത തവണ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.